എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ്? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് 2 ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും നിങ്ങളായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളോട് പറയാനായിട്ട് വിചാരിക്കുന്നത്, നമുക്ക് പല ആളുകളും നമ്മുടെ ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ കാലഘട്ടങ്ങളിലും നമുക്ക് പല ആളുകളും നമുക്ക് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായി. പല സഹായങ്ങൾ നമുക്ക് പല ആളുകളും ചെയ്തു തന്നിട്ടുണ്ടായിരിക്കും. നമ്മളൊരു ഘട്ടത്തിൽ നമുക്കത് ആവശ്യമുള്ളൊരു ഘട്ടങ്ങളായിരുന്നെങ്കിൽ പിന്നീട് നമുക്കത് ആവശ്യമില്ലാത്തൊരു കാലം വരും. അതായത് നമ്മൾ തീരെ സാമ്പത്തികമായോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ വളരെ മോശമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ പല ആളുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും, സഹായിച്ചു കൊണ്ടിരിക്കുന്നുള്ളവരുണ്ടാവും, ഒക്കെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ സഹായങ്ങളൊന്നും നമ്മൾ ഒരു കാലത്തും മറക്കാൻ പാടില്ല. അതായത് നമ്മളെ പല ആവശ്യഘട്ടങ്ങളിലും സഹായിച്ചിട്ടുള്ള ആളുകളെ നമ്മളൊരു കാലത്ത് മറക്കരുത്. അവരോട് എപ്പോഴും നമ്മളൊരു ഉപകാരസ്മരണ ഉള്ളവരായിരിക്കണം. നമ്മളതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മൾ സഹായിച്ചിട്ടുള്ളവരെ നമ്മൾ ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മറക്കാം, കുഴപ്പമില്ല. നമ്മളന്ന് ചെയ്തു കൊടുത്തു, അത് കഴിഞ്ഞു. പിന്നെ നമ്മളത് ഓർത്തേക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കാരെങ്കിലും ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് മറക്കാൻ കുഴപ്പമൊന്നുമില്ല, നമ്മളത് ചെയ്തു കൊടുത്തു, അത് കഴിഞ്ഞു. പിന്നെ നമ്മളത് ആലോചിച്ചിരിക്കേണ്ട, തിരിച്ച് നമുക്കത് കിട്ടണം, നമ്മളത് പ്രതീക്ഷിക്കണം, അതൊന്നും ചെയ്തിട്ട് ആവരുത് നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. നമ്മളങ്ങനെയൊന്നും ആലോചിക്കാണ്ട് വേണം ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക. പിന്നീട് അത് നമ്മൾ മനസ്സിൽ വെച്ചാവും, ഞാൻ ഇന്ന ആൾക്ക് ഇന്നത് കൊടുത്തു, അല്ലെങ്കിൽ അത് പല ആളുകളോട് പറഞ്ഞ് നടക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത പോലെയാവും. പിന്നീട് ആ വ്യക്തി എപ്പോഴെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നമ്മളെ പറ്റിയുള്ള വില പോവാനായിട്ടും അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു സഹായം വാങ്ങിച്ചുല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കാനും ഇടവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരോട് പറയാനോ, ശരിക്കും പറയുകയാണെങ്കിൽ ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയും. അപ്പം നമ്മളങ്ങനെ ആരോടും ഞാൻ ഇന്ന മാതിരി ഇന്ന ആൾക്ക് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ നടക്കരുത്. അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ എനിക്കിതിപ്പോൾ ചെയ്യേണ്ട വന്നു, വലിയ ബുദ്ധിമുട്ടായി, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അത് അവരറിയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിന് ഇടവരും. നിങ്ങളത് ചെയ്തു കൊടുത്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. അവർക്ക് മാനസിക വിഷമത്തിനൊന്നും ഇടവരുന്നില്ല. അവരോട് ചോദിച്ചു, അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ അവർക്ക് തോന്നുള്ളൂ. പക്ഷേ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പല ആളുകളോടും പറഞ്ഞ് നടന്ന് പല ആളുകളിൽ നിന്ന് അവരത് അറിയുമ്പോൾ അത് വലിയൊരു വിഷമത്തിന് ഇടവരും, വലിയൊരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെയുള്ളൊരു കാര്യത്തിന് തുനിയാൻ പാടില്ല. നമുക്ക് പറ്റിയതാണെങ്കിൽ ചെയ്തു കൊടുക്കുക, ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം മറന്നു കളയാം. നേരെ മറിച്ച് നമുക്കൊരു സഹായം ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരിക്കലും സഹായം കിട്ടി കഴിഞ്ഞു പോയി പിന്നെ ഒരു ഓർമ്മയില്ലാത്ത പോലെ നമ്മൾ നടക്കരുത്. അത് മറന്നു പോകരുത്. അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അതായത് എനിക്ക് എൻ്റെ ഒരു ആവശ്യ സമയത്ത് എനിക്ക് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണെന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. അവരെ നമ്മൾ ഒരിക്കലും ആ കാര്യം മറന്നു പോകരുത്. ഇനി ആ ആൾ നമുക്ക് സഹായം ചെയ്തു തന്നിട്ടുള്ളത് നമുക്ക് താല്പര്യമുള്ള ആളോട് പറയുന്നത് കൊണ്ട് വിരോധമില്ല. എനിക്കിങ്ങനെ വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ ഇന്ന ആളാണ് എനിക്ക് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്, ആൾ ചെയ്ത് തന്ന സഹായങ്ങൾക്കൊന്നും ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരാൻ പറ്റില്ല എന്ന് നമുക്ക് നമ്മുടെ മറ്റുള്ള ആളുകളോട് ആ സമയത്ത് നമുക്ക് പറയണതുകൊണ്ട് വിരോധമില്ല. പക്ഷേ മറ്റേ കേസ് അങ്ങനെയല്ല. നമ്മൾ ചെയ്ത കാര്യം ഒരിക്കലും നമ്മൾ മറ്റുള്ള ആളുകളോടുമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല. അത് വളരെ മോശമായൊരു പ്രവൃത്തിയാണ്. നേരെ മറിച്ച് ഈ കാര്യം നമുക്ക് ആരോട് വേണമെങ്കിലും നമുക്ക് പറയുന്നതുകൊണ്ട് വിരോധമില്ല. എനിക്ക് ഇന്ന ആൾ ഇന്ന രീതിയിലുള്ള സഹായം എനിക്ക് ഇന്ന ഒരു ആവശ്യഘട്ടത്തിൽ ചെയ്തു തന്നു എന്ന് പറയുന്നത് വളരെ നന്ദിയോടുകൂടി നമ്മളെല്ലാവരോടും പറയുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. അത് കേൾക്കുമ്പോൾ ആ ചെയ്തു തന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അവർക്ക് ഒരിക്കലും വിഷമിക്കാനിടവരില്ല.
പിന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവരെ പുകഴ്ത്തൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സുഖിപ്പിക്കാനോ ഭംഗി വാക്ക് പറയാനോ ഒന്നും നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് കൊണ്ട്, അവരില്ലാത്ത സമയത്ത് നമുക്കത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. അതൊരു നല്ല കാര്യം തന്നെ. അപ്പം ഞാൻ എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ചില ആളുകളുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് എന്താ കാര്യം അവരുടേത് വല്ലതൊക്കെ സഹായം ചെയ്ത് കഴിഞ്ഞാൽ അവർ 10 സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് നടക്കും. അത് മേടിക്കുന്നതിലും ഭേദം നമ്മൾ വാങ്ങിക്കാണ്ടിരിക്കുകയാണ്, അത് വലിയൊരു നമുക്ക് നാണക്കേടാവും, എല്ലാവരുടെ അടുത്തും ചെന്ന് അവർ പറയും എന്നൊക്കെ വിചാരിക്കുന്ന അങ്ങനെ സഹായങ്ങൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ കയ്യിൽ കൊടുക്കാൻ ധാരാളം ഉണ്ടാവും, കൊടുക്കുകയും ചെയ്യും. പക്ഷേ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ലോകം മുഴുവനും പാട്ട് പാടി നടക്കും. അപ്പോൾ അതൊക്കെ ഒരു മേടിച്ച ആളെ സംബന്ധിച്ചത് വലിയൊരു ബുദ്ധിമുട്ടാണ്, നാണക്കേടാണ്. അപ്പം നമ്മൾ ഇല്ലാണ്ടാവും ആളുകൾ ചോദിച്ചിട്ടുണ്ടാവുക, സഹായങ്ങൾ ചോദിക്കുക. ചില അത്യാവശ്യ ഘട്ടങ്ങളിലാണ് ഒരു സഹായത്തിന് ആരും അഭ്യർത്ഥിക്കുള്ളൂ, ആരോടായാലും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് സഹായം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റും. പക്ഷേ ഇത് കൊടുക്കുകയും ചെയ്യും, സഹായം ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ പാട്ട് പാടി നടക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളാരും അങ്ങനത്തെ ഒരു പ്രവൃത്തികളിലേക്ക് നിൽക്കരുത്. അതായത് അതൊക്കെ വളരെ ഒരു ചീത്ത, വളരെ തരം താഴ്ന്ന പ്രവൃത്തി എന്ന് തന്നെ പറയാൻ പറ്റുള്ളായിരുന്നു. നമ്മൾ ചെയ്ത കാര്യം, നമ്മൾ എന്ത് കാര്യമായാലും അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയിട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരായിട്ട് പറഞ്ഞ് അവരെ നാണം കെടുത്തുന്ന രീതിയിൽ പറഞ്ഞൊന്നും നടക്കരുത്. നമ്മൾ ചിലപ്പോൾ അറിയും, ചിലപ്പോൾ ഈ സഹായം സ്വീകരിച്ച ആൾ ചിലപ്പോൾ ഇതൊന്നും അറിയണ്ടാവില്ല, ഇവർ പറഞ്ഞു നടക്കണമെന്നും. ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരത്തിൻ്റെ ഇടയിലാവും ഇവരിത് അറിയുക. ആ സമയത്താണ് അവർക്കതൊരു ഭയങ്കര മാനസിക വിഷമത്തിന് ഇടവരുന്നത്. ചില സമയത്ത് അവരത് അറിയാതൊന്നും ഇരിക്കില്ല. നമ്മളെങ്ങനെ ഒളിച്ചു വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അത് നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അത് ആ വ്യക്തിയുടെ ചുവട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തികളിലൊന്നും പരമാവധി ആരും ചെയ്യാതിരിക്കുക. നമുക്ക് പറ്റിയത് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ സാഹചര്യം മോശമാണ്, ചെയ്യാൻ പറ്റില്ല, എന്ത് സഹായമായാലും നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയാം. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബുദ്ധിമുട്ടി വിഷമിച്ചത് ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞങ്ങൾക്ക് പറ്റില്ല, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് എന്ന് പറയുന്നതുകൊണ്ടൊന്നും വിരോധമൊന്നുമില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും എല്ലാതും എപ്പോഴും ചെയ്യാൻ പറ്റിയതൊന്നും വരില്ല. അപ്പോൾ അതിനെ പറ്റിയതൊന്നും നമ്മൾ വിഷമിക്കണ്ട. അങ്ങനെ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ആർക്കായാലും, നമ്മുടെ ശരീരം കൊണ്ടായാലും പൈസ എന്തുകൊണ്ടായാലും. ചിലപ്പോൾ നിസ്സാരം ഒരു ആസ്പത്രിയിൽ ഒരു വയ്യാണ്ടായി ആളുടെ കൂടെ ഒന്ന് ഡോക്ടറെ കാണാൻ പോകുന്നതായിരിക്കാം സഹായം. എന്തായാലും നമുക്ക് പറ്റണതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മുടെ അറിവിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യണോ എന്ന് ചോദിക്കുക. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, പിന്നെ നമ്മളതിന് നിൽക്കണ്ട. പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുക. പരമാവധി സഹായങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അത് വേറെ പല ബുദ്ധിമുട്ടുകൾക്ക് ഇടവരും. അതായത് അവർ സഹായമൊന്നും നമ്മളോട് ചോദിച്ചില്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ച ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ ചോദിക്കും. നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ചിലതരം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് സഹായങ്ങൾ നമ്മളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചിലൊരു ദോഷങ്ങളും കൂടി അതിൻ്റെ അടിയിലുണ്ട്. എന്തെങ്കിലും ഒരു സംഗതി വശാലോ വല്ലതൊക്കെ ഒന്ന് പറയേണ്ട വന്നു വെച്ചാൽ അവർ പറയും, നിങ്ങളോട് ഇപ്പോൾ ആരും പറഞ്ഞൊന്നുമില്ലല്ലോ, ഞങ്ങൾ ചോദിച്ചൊന്നുമില്ലല്ലോ നിങ്ങളോട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരമാവധി നമ്മൾ ഒഴിവാവുക. സഹായങ്ങൾ ചോദിച്ചാൽ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം പറ്റില്ല എന്ന് പറയാം. അല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കലും കഴിഞ്ഞ് അത് പല സ്ഥലങ്ങളിൽ പോയിട്ട് പാട്ട് പാടി ആ സഹായം സ്വീകരിച്ച ആളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇന്നെനിക്ക് എൻ്റെ വീഡിയോയിൽ കൂടെ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.